മക്കളെ, എന്താണ് മക്കളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ഒരു പാഠഭാഗം പഠിച്ചാലോ? മക്കൾ റെഡിയാണോ? നമ്മുടെ പരിസര പഠനത്തിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1ഉം 2ഉം പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം നോക്കണം. എന്താണ് പാഠഭാഗത്തിൻ്റെ പേര്? യെസ്, ജലവും മണ്ണും അല്ലേ? ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളവും മണ്ണും, ഇത് രണ്ടുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവം. എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? കൂട്ടുകാരും ഒപ്പം പഠിച്ചു പോണേ. ഇവിടെ ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യാ ചെറുമഴ ചാറി, മനമിരുണ്ടു വെള്ളിരിപ്പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി, ചെറുമഴ പുതുമഴ കലപില മേളം, ആ മഴ പിന്നെ പെരുമഴയായി, പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു, കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി, ആർത്തു തിമിർത്തു തകതിമിതോം. എന്താ പറയുന്നത് ഇവിടെ കൂട്ടുകാരെ? കുട്ടനും കൂട്ടുകാരും കൂടിയിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? അപ്പം എന്താ ഉണ്ടായത്? ചെറുമഴ ചാറി, മഴ ചാറാൻ വേണ്ടി തുടങ്ങി. മഴ ചാറുന്നതിൻ്റെ മുന്നേ എന്ത് സംഭവിക്കും? മാനമൊക്കെ ഇങ്ങനെ ഇരുണ്ട് കയറുമല്ലേ? അതുപോലെ കുട്ടനും കൂട്ടരും കൂടിയിട്ട് അപ്പം എന്താ ചെയ്തത്? മഴ തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് ഓടി. ചെറുമഴ വന്നപ്പോൾ ആകെ അവിടെ കലപില, ആകെ ബഹളമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ മഴ പെയ്യുന്നത്? അതേപോലെ തന്നെ കുട്ടനും കൂട്ടുകാർക്കും ഇഷ്ടമാണ്. ആ ചെറിയ മഴ പിന്നെന്താ സംഭവിച്ചത്? വലിയ പെരുമഴയായിട്ട് മാറി. പെരുമഴ മാറി പിന്നെ കാർമുകിൽ നീങ്ങിപ്പോയി. അഥവാ മഴക്കാറൊക്കെ പോയി, മഴയൊക്കെ പോയി. മണ്ണ് ആ സമയത്ത് കുളിർത്തു പൂക്കളൊക്കെ ഇങ്ങനെ വിടരാൻ വേണ്ടി തുടങ്ങി. കുട്ടനും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ആകെ ആടിത്തിമിർത്ത് തകതിവിനോം എന്നൊക്കെ പറഞ്ഞു ആകെ ആട്ടവും പാട്ടവും ഒക്കെ ആയി. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു എന്നാണ് നമ്മുടെ മരം പറയുന്നത്. അപ്പോൾ പക്ഷി പറയാണ്, ഞാനീ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പുണ്ട് എന്ന് പറയാണ് അല്ലേ? കുഞ്ഞിത്തത്ത പറയാണ്. അപ്പോഴോ താഴെ ഇരുന്നിട്ട് ചെടി പറയാണ്, മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും എന്നാണ് പറയുന്നത്. പുതുനാമ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ചെടികളൊക്കെ വളർന്നു വരും, പുതിയ ഇലകളും ചെടികളൊക്കെ വളർന്നു വരും. മഴ കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടിയാലല്ലേ ഇതൊക്കെ വരുള്ളൂ കൂട്ടുകാരെ. അപ്പം അത് തന്നെയാണ് പറയുന്നത് അല്ലേ? മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൂട്ടുകാരെ സംഭവിക്കുക? ഇപ്പോൾ പ്രധാനമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മണ്ണൊക്കെ നനയും അല്ലേ? മണ്ണ് നനയും, മണ്ണിൽ പുതിയ പുല്ലുകൾ മുളക്കും, തണുപ്പ് കൂടും, അതുപോലെ തന്നെ കുളങ്ങളും കിണറുകളും ഒക്കെ നിറയും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇനി നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ കൂട്ടുകാരെ? എന്തെഴുതണം? ഇല്ല എന്ന് എഴുതി കൊടുക്കുക. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? എപ്പോഴൊക്കെയാണ് മഴ ലഭിക്കുന്നത്? ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും മഴ ലഭിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. എന്താണ് തന്നിട്ടുള്ളത്? കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻകുറവ്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം അല്ലേ? നമ്മളെ മുറ്റത്തൊക്കെ വല്ല പാത്രമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വെള്ളം കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ കൊതുവൊക്കെ പെരുകുമല്ലോ. അപ്പം അങ്ങനെ വെള്ളം ഒന്നും കെട്ടി നിർത്തരുത്, നമ്മൾ നോക്കണം എന്നൊക്കെ ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നിട്ട് നമ്മളടുത്ത് പറയാറുണ്ട് അല്ലേ? പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമ്പോൾ മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? ഏതാണ് ആ ഉപകരണം? അതാണ് മഴ മാപിനി എന്ന് പറയുന്നത്. ഓക്കെ, മഴ മാപിനി. മഴ അളക്കുന്നതിന് ലളിതമായ ഒരു ഉപകരണമാണ് മഴ മാപിനി. ഇത് എങ്ങനെ നിർമ്മിക്കാം? എങ്ങനെയാണ്? അതിന് ചില്ലുകുപ്പി, ഫണൽ അഥവാ ഒരു ചോർപ്പ്, സ്കെയിൽ ഇത്രയുമാണ് വേണ്ടത്. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ചു വെക്കുക. ഇവിടെ ചിത്രം നോക്കൂ കൂട്ടുകാരെ, ഇവിടെ കണ്ടില്ലേ? ഈ ചിത്രത്തിൽ സ്കെയിൽ ഇതേപോലെ എന്ത് ചെയ്യണം?
അവിടെ ഉറപ്പിച്ച് വെക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. ഇതേപോലെ ഫണൽ വെച്ചു കൊടുക്കുക. അതിനുശേഷം കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. ഇപ്പോൾ ജലനിരപ്പ് നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എത്ര വെള്ളമാണുള്ളത് എന്നത്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അപ്പോൾ കൂട്ടുകാരൊന്നിച്ച് ഇതേപോലെ ഒരു മഴ മാപ്പിന് നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴയളവ് ഇവിടെ എഴുതുക. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം അല്ലേ, ഇപ്പോൾ ജൂൺ 1 ആണെങ്കിൽ 1/6/25 അല്ലെങ്കിൽ ഏതാണോ വർഷം അത് എഴുതുക. എത്ര സ്കെയിൽ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണോ 3 സെൻറ്റിമീറ്റർ ആണോ എത്രയാണെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസവും ഡേറ്റ് എഴുതുക. ഓരോ ദിവസത്തെയും ലഭിച്ച മഴ സ്കെയിലിൽ സെൻറ്റിമീറ്റർ നോക്കി അതും എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും കുറവ് ലഭിച്ചതും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തീരെ മഴയില്ലാത്ത ദിവസവും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി എനിക്കും ഒരു മഴ മാപ്പിനെ വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാരെ തയ്യാറാക്കി നോക്കുക. ഇനി മഴവെള്ളം എവിടേക്ക്? മഴവെള്ളം പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് കൂട്ടുകാരെ പോകുന്നത്? മണ്ണിലേക്കാണ് പോകുന്നത് അല്ലേ? മണ്ണിലേക്കാണ് മഴവെള്ളം പോകുന്നത്. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. ഓക്കെ, പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, സൂചി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ചിത്രം 2 വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1 പാത്രത്തിലെ മഴയിലേക്ക് വെള്ളം പെയ്യിപ്പിക്കുക. ഓക്കെ, മഴ പെയ്യിപ്പിക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും വേണം. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഒരെണ്ണം ചെയ്തു നോക്കുക കേട്ടോ. ഇനി ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കുട്ടി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ കിണറിൽ നിറയെ വെള്ളമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൾ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ്, അതിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനും ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യത്തെ കുട്ടിയുടെ വീട്ടിൽ അവിടെ കിണറ്റിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ കുഴൽ കിണറാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ തൊടിയിലെ കുളത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ ജലത്തിൻ്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത് എന്ന് എഴുതുക. ഇവിടെ സുരംഗയും കേണിയും. എന്താണ് ഇത് സുരംഗയും കേണിയും എന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാസർഗോഡ് ജില്ലയിൽ കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ് ഈ സുരംഗങ്ങൾ ഉള്ളത്. ഇതാണ് സുരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുക, അതിലൂടെ വെള്ളം പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി കേണി എന്താണെന്ന് നോക്കൂ. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്ന ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു മരമാണ്. ആ മരത്തിന് തുരന്നിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും വെള്ളം സംഭരിക്കുക, എന്നിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഇവിടെ രീതി എന്ന് പറയുന്നത്. ഇനി ജീവജലം. ഇവിടെ ഒരു കാടിൻ്റെ ചിത്രമാണ് കാണുന്നത് അല്ലേ. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജീവികളുടെ പേരും അവരുടെ ജലത്തും കൊണ്ടുള്ള ആവശ്യങ്ങളും നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം മീനാണ്. മീനിന് എന്തിനാണ് ജലം കൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്? അതിൻ്റെ വാസസ്ഥലമാണല്ലേ, അത് അവിടെയാണ് ജീവിക്കുന്നത്. ആനക്കാണെങ്കിൽ കുടിക്കാനും കുളിക്കാനുമാണ് ജലം ആവശ്യമായിട്ടുള്ളത്. മാനിനും കുടിക്കാനും കുളിക്കാനുമാണ്. കൊക്കിന് കുടിക്കാന്, ജലജീവികളെ ഭക്ഷിക്കാന്. കുരങ്ങന് കുടിക്കാന് കുളിക്കാന്. കടുവക്ക് കുടിക്കാന് കുളിക്കാന്. ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ജലം ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കൂട്ടുകാരെ? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ജലമാണ്. കുടിക്കാൻ, കുളിക്കാൻ, അതുപോലെ തന്നെ വസ്ത്രം അലക്കാൻ,
ഭക്ഷണത്തിന് അല്ലേ, ഭക്ഷണത്തിന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജലം വേണം. അപ്പോൾ ഭക്ഷണത്തിന്, അതുപോലെ തന്നെ വാഹനങ്ങൾ കഴുകാൻ, ചെടികൾ നനയ്ക്കാൻ, ഫാക്ടറി ആവശ്യത്തിന് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ജലമാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കൂ. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും വരൾച്ച അനുഭവപ്പെടും, കുടിക്കാൻ വെള്ളം കിട്ടില്ല, കൃഷികളൊക്കെ നശിച്ചു പോവും, ജീവികളൊക്കെ ചാവും, മനുഷ്യന് മരണം വരെ സംഭവിക്കും, ഫാക്ടറികളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും, കുടിക്കാനൊന്നും വെള്ളം കിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ജലം ഇല്ലാതായാൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതായാൽ എത്തിച്ചേരുന്നത്. ഇനി പാഴാക്കരുത്. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ എന്ന ഒരു ന്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ജലം പാഴാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? അപ്പോൾ മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ വീട്ടിലൊക്കെ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ ചെടി നനയ്ക്കുമ്പോൾ അമിതമായിട്ട് ജലം ഉപയോഗിക്കുന്നത്, ആവശ്യം കഴിഞ്ഞാൽ പൈപ്പൊന്നും പൂട്ടാത്തത്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും? ടാപ്പുകൾ അനാവശ്യമായിട്ട് തുറന്നിടരുത്, ടാങ്കുകൾ നിറഞ്ഞാൽ ഉടനെ മോട്ടോർ ഓഫ് ചെയ്യുക, ചെടികൾ നനയ്ക്കാൻ മിതമായി ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ ടാപ്പ് പൂട്ടുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ജലശുദ്ധീകരണത്തെ കുറിച്ചിട്ടാണ്. മണ്ണിൽ വീണ് കലങ്ങിയ ജലവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലേക്ക് താഴേക്ക് അരിച്ചിറക്കുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റു ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ഓക്കെ, നോക്കൂ, കലക്ക വെള്ളത്തെ എങ്ങനെയാണ് നമുക്ക് തെളിനീരാക്കാൻ കഴിയുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് തെളിനീരാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ 3 ചിരട്ടകൾ എടുത്തിട്ട് ഓരോന്നിലും ഓരോ ദ്വാരമിടുക. ഓക്കെ, ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വെക്കുക. എന്നിട്ട് ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലും നിറക്കുക. ഒരു ഗ്ലാസ്സിന് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. ആദ്യം ചരലിട്ട ചിരട്ട വെക്കുക, പിന്നെ അതിന് താഴെ മണൽ, പിന്നെ ചിരട്ടക്കരി. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ക്രമത്തിൽ വേണം നമ്മൾ വെക്കാൻ. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ മുകളിലെ ചിരട്ടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് നല്ല വെള്ളം അരിച്ചിറങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇതേ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത്. അപ്പോൾ സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നു. ജലവിതരണ സംവിധാനത്തിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ഇതുപോലെ ശുദ്ധീകരിച്ചതാണ്. ഇനി മണ്ണിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നോക്കൂ, മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എന്നാണ് കീരി പറയുന്നത്. അപ്പോൾ ചെടി പറയാണ്, മണ്ണിലായുള്ള ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്നാണ് മണ്ണിര പറയുന്നത്. അപ്പോൾ മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത് നമുക്കോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രയോജനങ്ങളാണ് കൂട്ടുകാരെ മണ്ണ് കൊണ്ടുള്ളത്? നമുക്ക് വാസസ്ഥലത്തിലല്ലേ നമ്മൾ പ്രധാനമായിട്ടും കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികൾ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതുക, ചെടികൾ വളർത്താൻ. പിന്നെയോ പാത്രങ്ങൾ നിർമ്മിക്കാൻ. ഓക്കെ, പാത്രങ്ങൾ നിർമ്മിക്കാൻ. അതുപോലെ വീട്, കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. വീട്, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മണ്ണ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി രൂപങ്ങൾ നിർമ്മിക്കാം എന്നതാണ്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ, നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കളിമണ്ണ് കൊണ്ട് നമുക്ക് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂട്ടുകാരെ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട്
ചെയ്തു നോക്കുക. ഇനി നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ടീച്ചറോട് അനുവാദം ചോദിച്ച് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രദർശനമൊക്കെ നടത്താൻ വേണ്ടി പറ്റും. ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് ആ മണ്ണിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടുകാരെ? കാരണം നമ്മൾ കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് കറുത്ത മണ്ണാണ്. ഓക്കെ, എന്താണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ്. മാത്രമല്ല അതിന് പശമയമുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. കൂടാതെ അതിന് തരികൾ കുറവാണ്. അല്ലെങ്കിൽ എന്തുണ്ടാവുക? തരികൾ കൂടിപ്പോയാൽ അത് പൊട്ടിപ്പോകും. ഇനി നിറം, തരികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? ആണോ? അല്ല. അപ്പോൾ സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ മണ്ണ് ശേഖരിക്കുക. എന്നിട്ട് അതിൻ്റെ നിറം, മറ്റു പ്രത്യേകതകൾ എന്നിവയൊക്കെ കൂട്ടുകാർ എഴുതി നോക്കുക. നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരേ നിറത്തിലല്ല, അതുപോലെ തരികളിലും വ്യത്യാസമുണ്ടായിരിക്കും. ഇനി ഇവിടെ മണ്ണിൻ്റെ കഥ പറയുന്നുണ്ട്. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. ഇനി മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകത്തിൽ, പരിസര പഠന പുസ്തകത്തിൽ എഴുതാനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? മണ്ണ് ഒരുപാട് കാലം നമ്മുടെ ഭൂമിയിൽ കിടന്ന് അതൊരു പാളിയാണ്, അത് പാറയാണ്. ആ പാറ പൊടിഞ്ഞ് അതിലെ ജലാംശവും ഒക്കെ ഉണ്ടായിരുന്നു. അത് പൊടിഞ്ഞാണ് വാതകങ്ങളും ധാതുക്കളും ഒക്കെ അതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് മണ്ണ് എന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നത് എന്നുള്ളത്. ഇനി മണ്ണിനുള്ളിൽ എന്തെല്ലാം? മണ്ണിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? നമുക്ക് ലെൻസ് വെച്ച് നോക്കിയാൽ ഒരുപാട് സൂക്ഷ്മജീവികളെ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? മണ്ണിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം മണ്ണിൽ നമുക്ക് ബാക്ടീരിയ, വൈറസ്, അതുപോലെ തന്നെ മണ്ണിര, കുഴിയാന, പഴുതാര, ഇതൊക്കെ നമുക്ക് മണ്ണിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി മണ്ണിൽ വായു ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മണ്ണിൽ വായു ഉണ്ടോ കൂട്ടുകാരെ? എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് എന്ത് ചെയ്യണം? മൺകട്ടകൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ കുമിളകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ മണ്ണിൽ വായു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മണ്ണിൽ ജലാംശം ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അതിന് ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കുക. എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ കാണാൻ വേണ്ടി കഴിയും എന്ന് നോക്കുക. കുപ്പിയുടെ വശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ മണ്ണിലെ ജൈവാംശം, ഒരു ഗ്ലാസ്സിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ശേഖരിച്ച മണ്ണ് പകുതി നിറക്കുക. ഇതിലേക്ക് ജലം ഒഴിച്ച് നന്നായി ഇളക്കുക. അപ്പോൾ എന്താണ് അവിടെ കാണാൻ വേണ്ടി കഴിയുക? മണ്ണ് അതിൽ ഇളകുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും അല്ലേ. അതേപോലെ തന്നെ അതിൽ ജലാംശം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം എന്ന് പറയുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. അപ്പം നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ എന്താണ് അവിടെ ജന്തുക്കളൊക്കെ അടിഞ്ഞു കൂടുന്ന സ്ഥലവും അതുപോലെ തന്നെ ഉണങ്ങിയ കമ്പും ഇലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ജൈവാംശം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. അപ്പോൾ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യരുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും നമുക്ക് സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിരുത്താൻ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഒരു ആശയപടം തന്നിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത് എന്തൊക്കെയാണ്? മണ്ണിൽ എന്തെല്ലാം ഉണ്ട്? ജലത്തിൻ്റെ ഉപയോഗം, മണ്ണിലെ ജീവികൾ, ജലസ്രോതസ്സുകൾ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം.
അപ്പം മണ്ണിൽ എന്തൊക്കെയാണുള്ളത്? ജലം, ലവണങ്ങൾ, ജൈവാംശം, ഇതാണ് മണ്ണിലുള്ളത്. ഇനി ജലത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? കുളിക്കാൻ, കൃഷിക്ക്, കുടിക്കാൻ. മണ്ണിലെ ജീവികൾ മണ്ണില, പഴുതാര, കുഴിയാന. ഇനി ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കിണർ, പുഴ, കുളം. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. കുട്ടനും കൂട്ടുകാരും കുളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യം നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പം എന്താണ്? യോജിക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്? നമ്മൾ വീടുകൾ താമസിക്കുന്നത് പോലെ തന്നെയാണ് ജലജീവികൾ നദികളിലും കുളങ്ങളിലും മറ്റും താമസിക്കുന്നത്. അവരുടെ വാസസ്ഥലം ആ ജലമാണ്. ആ ജലം മലിനമാക്കുന്നത് കൃഷിക്ക് തന്നെ ദോഷകരമായി ബാധിക്കും. പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും നദികളിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് വലിയൊരു ഭീഷണിയാണ് ജലജീവികൾ നേരിടുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ് വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ശേഖരിച്ച് നന്നായി പൊടിച്ചെടുക്കുക. ചാർട്ട് പേപ്പറിൽ പൂക്കളുടെയും മറ്റും ചിത്രങ്ങൾ വരച്ച് പൊടിച്ചെടുത്ത മണ്ണ് പശ ഉപയോഗിച്ച് ചിത്രങ്ങളിൽ പതിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ വിവിധ ഇനം മണ്ണുകൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യാം. നാലാമത്തെ പാഠഭാഗമാണ് വൃത്തി നൽകും ശക്തി എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.